പരാമർശം ചാലയിൽ നിന്നുള്ള തൊഴിലാളികൾ IFFKയിൽ ഇടിച്ചു കയറിയെന്നും അതിൽ നഗ്ന ദൃശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇടിച്ചു കയറിയെന്നും പറഞ്ഞു. അതിനെതിരെ തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് വൈകിട്ട് പ്രതിഷേധിക്കുന്നുമുണ്ട്. അവരെ അധിക്ഷേപിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ അധിക്ഷേപിച്ചാലല്ലോ, അവർ ഇടിച്ചു കയറിയല്ലേ, അവർ കഥ പൊളിക്കായിരുന്നു. ഞാൻ കണ്ടതല്ല. ഞാൻ ആ തിയേറ്ററിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇടിയും ബഹളവും കേൾക്കുന്നു. എന്താന്ന് അന്വേഷിച്ചപ്പോൾ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ് അവര് പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു. അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ലൈംഗിക ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് അതായിരുന്നു കാര്യം. അതായത് അങ്ങനെ ഒരു റൂമർ ഇങ്ങനെ ഇറക്കിയിട്ട് അത് കാണാൻ വേണ്ടിയാ, വേറൊന്നുമല്ല. അവരൊരു വിഷമിപ്പിക്കുന്നതിന് തുല്യല്ലേ അതൊരു. അതായിരുന്നു അട്രാക്ഷൻ. അതായിരുന്നു. ഞാനിപ്പോ പുതുതായിട്ട് ഉണ്ടാക്കി പറയാൻ പറ്റുമോ? അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. സിനിമ സ്വാഭാവികമായിട്ട് ഭാഗത്തെ മാത്രമായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത്? IFFK വേദിയിൽ എന്നും ഇടിച്ചു തള്ളലുണ്ട്, ബഹളമുണ്ട്, അടിയുണ്ടാവാറുണ്ട്. അമ്മ പറയുന്നത് മനസ്സിലാക്കൂ. പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്ന മറുപടി പറയട്ടെ. പണ്ട് ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യായിരുന്നു. പാസ് വിതരണം ചെയ്യുന്നത് വെച്ചാൽ അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ ആയിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു സിസ്റ്റം. അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം, അതിന് ഫീസ് അടച്ച് അതിന് വിവരങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാവുന്നത്. ഞാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അങ്ങനെയാണെന്ന് ആരംഭിക്കുന്നത്. ഇതിപ്പോ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെലിഗേറ്റ്ഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയയായിരുന്നത്. കാരണം സിനിമയിൽ ജനുവിനായി താല്പര്യമുള്ളവർ അകത്ത് കയറാനൊക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റു കാരണങ്ങളാൽ അകത്ത് കയറുന്നവരാണ്, ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത്. അതുണ്ടാവരുത്, തുടർന്ന് വരരുത് എന്നുള്ളതുകൊണ്ടാണത്. ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണെന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് അവരെ കണ്ടിട്ടല്ലേ, എനിക്ക് അവരെ അറിഞ്ഞും കൂടാ. അത് ആളുകൾ പറഞ്ഞതാണ്. പക്ഷെ അത് വ്യക്തത വരുത്താതെ സമൂഹത്തെ മുഴുവൻ, കാരണം പല ആളുകളുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ ഒന്നോ രണ്ടോ അവർ ജനുവിനായ താല്പര്യമുള്ളവർ കാണും. പക്ഷെ അവര് വന്നിട്ട് ആ ഡോർ അങ്ങനെ ആക്ഷിക്കുന്നത് അവർ ചെയ്ത ക്രിയയെ പറ്റി ഞാൻ പറഞ്ഞത്. അവരല്ലോ ചിലപ്പോ ഇപ്പൊ ചാലയിലെ ജീവനക്കാർ എന്ന് പറഞ്ഞ് തള്ളിക്കയറിയാൽ സാറിന് അത് പറയാം. അതിൽ ആൾക്കാർ ആരെങ്കിലും വന്ന് കയറിയാൽ അത് ചാലയിലെ ജീവനക്കാർ മുഴുവൻ അല്ലെങ്കിൽ അന്ന് അവിടെ പറഞ്ഞതാണ് ആളുകള്. അത് സാറ് വെരിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വെരിഫൈ ചെയ്യുന്ന അയാളുടെ പോരത്തിനും ചോദിക്കോ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത്. ആളുകളുടെ രഹസ്യമായിട്ടല്ല, ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. പറയുമ്പോൾ നേരിട്ട് അഫക്ട് ചെയ്യുന്നത് ചാലയിലെ തൊഴിലാളികളെ പറ്റി അല്ല പറഞ്ഞത്. അങ്ങനെയല്ല. ആരോപണങ്ങളൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയാണ്. വിവാദിക്കണമെങ്കിൽ വിവാദിച്ചോളൂ. താങ്ക് യു.